ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് പൊളിറ്റിക്കൽ സയൻസിലെ 8ാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ നമ്മൾ പലപ്പോഴായും നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പഠനത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഫെഡറലിസം എന്ന് പറയുന്ന 8ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഞങ്ങളെല്ലാവരും തയ്യാറായിട്ടുണ്ടല്ലോ? മുമ്പ് കേട്ടിട്ടുണ്ടോ ഫെഡറലിസത്തെ കുറിച്ചൊക്കെ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും. ഞാനിത് ആവർത്തിച്ച് പറയുന്നില്ല. എപ്പോഴും ക്ലാസ്സിന് വരുന്ന സമയത്ത് മുൻപത്തെ ചാപ്റ്ററുകളിലോ വീഡിയോകളെല്ലാം കണ്ടിട്ടായിരിക്കണം ക്ലാസ് കേൾക്കാൻ വരേണ്ടത്. അതല്ലെങ്കിൽ ആ മുൻപത്തെ ക്ലാസ്സുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സ്ഥാപിച്ചെടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഓക്കെ, എന്താണ് ഫെഡറലിസം? ഫെഡറൽ സിസ്റ്റത്തിൽ എന്തുണ്ടാകും? 2 ഗവൺമെൻറ് ഉണ്ടാകും. ഒന്ന് കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ടാകും. ഇതാണെന്ത്? ഫെഡറൽ സിസ്റ്റം. ഈ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഭരണഘടന ലിഖിതമാണ് എന്നതാണ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഈ കേന്ദ്ര ഗവൺമെൻറ് ആണ് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഈ ഫെഡറൽ സിസ്റ്റം പരിശോധിക്കുന്ന സമയത്ത് അതിൽ യൂണിയൻ ലിസ്റ്റ് ഉണ്ടാകും, കൺകറന്റ് ലിസ്റ്റ് ഉണ്ടാകും, രണ്ടും വേർതിരിച്ചുണ്ടാകും. എന്തൊക്കെയാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ അതിർത്തിയിൽ വരുന്ന അധികാരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പരിധിയിൽ വരുന്ന അധികാരങ്ങൾ. എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങൾ? ഇതാണ് യൂണിയൻ ലിസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റ് ആയിട്ടും വേർതിരിച്ചിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ അടങ്ങിയിട്ടുള്ളത് പ്രതിരോധം, അണുശക്തി, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, റെയിൽവേ, കമ്പിത്തപാൽ, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. എന്നാൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കും. വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം, വനങ്ങൾ, വ്യാപാര സംഘടനകൾ, മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും, ഇതൊക്കെ ഏതിൽപ്പെട്ടതാണ്? കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെഡറലിസം അല്ലേ? എന്താണ് ഫെഡറലിസം? ഫെഡറലിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാന ഗവൺമെന്റിനുമായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കും. കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റുമായിരിക്കും. കേന്ദ്രം വിചാരിച്ചാൽ ഇന്ത്യ ഒട്ടാകെ ഭരിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പിന്താങ്ങുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും എവിടെ ഉണ്ടാകുക? സംസ്ഥാനത്ത് ഉണ്ടായിരിക്കും. ഇനി ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഒരു ഫെഡറേഷൻ ആകുന്നു, അല്ലെങ്കിൽ എന്താണ്? ഫെഡറേഷൻ രീതിക്ക് വേണ്ട എല്ലാ സവിശേഷമായിട്ടുള്ള ഘടകങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. എല്ലാ രാജ്യത്തിൻ്റെ ഭരണഘടനയിലുമില്ല, അത് ഓരോ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണിത്, അതിൻ്റെ ഫെഡറൽ സിസ്റ്റം, അതിൻ്റെ ഫെഡറൽ സംവിധാനം. ഇനി ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ ചെയ്തത് അത് ഒരു വ്യക്തിയല്ല, അത് സംയുക്തമായിട്ടാണിത് അത് രൂപരേഖ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താണ്? അധികാരം ഏകത്വമായിട്ടാണ്. എല്ലാവരും കൂടി എന്ത് ചെയ്യില്ല? ഭരിക്കൂല. അധികാരം എന്താണ്? അത് ഏകായത്തമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. ഇനി ചാപ്റ്ററിൽ എന്താണ്? കഴിഞ്ഞ കാല പരീക്ഷകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 2 ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യാം. ഒന്നാമതായി പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ? പ്രധാനമായി 2 പോയിന്റാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകളിൽ ആദ്യം പറയുന്നത് അധികാര വിഭജനത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും എന്തുണ്ടാകും? അധികാരം വിഭജനം ചെയ്തിട്ടുണ്ടാകും.
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ അല്ലെങ്കിൽ എന്താണ് കേന്ദ്രത്തിനുള്ള അധികാരങ്ങൾ വിഭജിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ള അധികാരങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിഭജിക്കുന്നുണ്ട്. മറ്റൊരു പോയിന്റാണ് സ്വതന്ത്രമായ ഒരു ഫെഡറൽ നീതിന്യായം ഉണ്ടാകും. സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റേതായ സ്വാതന്ത്ര്യത്തിൽ ഭരിക്കാൻ കഴിയും. കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യും, പൂർണ്ണമായും അത് അതിൻ്റെ സ്വതന്ത്രപരമായ രീതിയിലൂടെയാണ് എന്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. എന്തൊക്കെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ? അത് പല രൂപത്തിലുണ്ട്. ഒന്നാമതായി പറയുന്നത് നിർമ്മാണ ബന്ധങ്ങൾ ഉണ്ടാകും, നിയമങ്ങൾ നിർമ്മിക്കുന്ന വിഷയത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകും. രണ്ടാമതായി പറയുന്നത് ഭരണപരമായ ബന്ധങ്ങളുണ്ട്, ഭരിക്കുന്ന വിഷയത്തിൽ നിന്നുണ്ടാകും, ഏതൊക്കെയാണ് ഇന്നതാണ് എന്ന വിഷയത്തിലുള്ള ഒരു ബന്ധമുണ്ട്. മൂന്നാമതായി പറയുന്നത് സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് എന്താണ്, സംസ്ഥാന ഗവൺമെൻറ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ സഹായിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പൂർണ്ണ വീഡിയോ കേൾക്കാനും പൂർണ്ണമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാദമിയായ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ അക്കാദമിയുമായി ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അന്നേരം കഴിഞ്ഞ ചാപ്റ്ററുകളെല്ലാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എത്തരുത്. ഓക്കെ, താങ്ക് യു.